ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷാരു ഫ്രം ഡ്രീംലാൻഡ്. കേരളീയർക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു ചിക്കൻ റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ചിക്കൻ ചുക്കയാണ്. റെസിപ്പിയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമുക്ക് ടേസ്റ്റി ചിക്കൻ ചുക്ക എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനായി ഞാനിവിടെ 600 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ഹാഫ് ലെമൺ ജ്യൂസ് പിഴിഞ്ഞത്, വലിയ ജീരകം അഥവാ പെരിഞ്ജീരകം 1/2 ടീസ്പൂൺ, കുരുമുളക് 1 ടീസ്പൂൺ, ടു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ടു ടീസ്പൂൺ വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ ഇതിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കുക. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൈകൊണ്ട് നന്നായി യോജിപ്പിച്ച് കൊടുക്കാം. ഇത് കുറഞ്ഞതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാവേ. ടൈം ഉണ്ടെങ്കിൽ കൂടുതൽ സമയം വെക്കുന്നത് നല്ലതാണ്. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട സവാള ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി കുക്കിംഗ് ഓയിൽ ഒഴിച്ച് അതിലേക്ക് നൈസായി കട്ട് ചെയ്ത സവാള ഇട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം, ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇതുപോലെ ഒരു ഗോൾഡൻ കളറാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കോരി മാറ്റാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവാളയിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്ക് ചിക്കനിൽ മിക്സ് ചെയ്യാം. ബാക്കി നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടി പാൻ വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 2 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വലിയ സൈസ് 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഫൈനായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ച ശേഷം ഇതിലേക്കൊരു 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് ഒന്ന് വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ പോകുമ്പോൾ ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർക്കാം. ഒരു 2 മിനിറ്റ്സ് നല്ല ഹൈ ഫ്ലെയിമിൽ ലിഡ് വെച്ചൊന്ന് വേവിച്ച ശേഷം ഓപ്പൺ ചെയ്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുത്ത് വീണ്ടും ലിഡ് വെച്ചടച്ച് ഇതുപോലെ ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്ത് ഇളക്കി ഒരു 15 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കണം. ഈ ഒരു സമയം നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും ചേർത്ത് ഇളക്കാം. ഇനി നമുക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഫ്രൈ ചെയ്ത സവാള കൂടെ ചേർത്ത് നന്നായി ഇളക്കി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് ലാസ്റ്റ് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് സ്റ്റൗ ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റിയായ ചിക്കൻ ചുക്ക റെഡിയായ
നല്ല ടേസ്റ്റിയായ ചിക്കൻ ചുക്ക റെഡിയായ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നല്ലൊരു വീഡിയോയുമായി അടുത്ത തവണ കാണും വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.